വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിനായി കുറച്ച് ഗാർലിക് നമ്മൾ അരിഞ്ഞേക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. നാരങ്ങ ഇത് അച്ചാറിടാൻ വേണ്ടി വിനീഗിരിയൊക്കെ ഒഴിച്ച് വെച്ച് 20 ദിവസം കഴിഞ്ഞ് ഇപ്പം അച്ചാറിടാൻ പോവാണ്. അതിനു വേണ്ടി ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. മസ്റ്റർഡ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ വിനീഗിരിയും ഉപ്പും ഒഴിച്ച് ഇച്ചിരി കാന്താരയും ഒഴിച്ച് 20 ദിവസം വെച്ചിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ എന്താ മണം ഇവന്. ഇനി ചൂട് എണ്ണയിൽ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ശബ്ദം കേട്ടാൽ തന്നെ നല്ല ചൂട് എണ്ണയാണെന്ന് മനസ്സിലായി അല്ലേ? അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഗാർലിക് ഇട്ട് കൊടുക്കാം. അല്പം ഇഞ്ചിയും ഫൈൻലി ചോപ്ഡ് ആയിരിക്കണം. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കരിയാണ്ടിരിക്കാൻ വേണ്ടി. കരിയാൻ പാടില്ല പറഞ്ഞേ, നല്ല ഒരു റോസ്റ്റ് ആക്കി എടുക്കണം. ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ വരുന്ന വരെ ഇങ്ങനെ നമുക്കൊന്ന് വറക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം കറിയാണ്ടിരിക്കണമെങ്കിൽ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചോണം, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. കയ്യിൽ എങ്ങാനും വീണാൽ പൊള്ളി പോകും. ഇത് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയ ഗ്യാസ് മീഡിയത്തിൽ വേണം വയ്ക്കാൻ. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്നു. 2 മിനിറ്റോളം വറക്കണം. അടുത്തതായി ഗ്യാസ് ഓഫ് ചെയ്തത് തണുത്തിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം എരിവിന് ആവശ്യത്തിന്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കണം. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 1/4. അത് നന്നായി ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നവരെ അതിലേക്കിട്ട് നമുക്കൊന്ന് പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഗ്യാസ് ഓൺ ആക്കണം. പിന്നെ ഗ്യാസ് നന്നായിട്ടൊന്ന് സിം ചെയ്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഇച്ചിരി ചൂടാക്കാം. അതിലേക്ക് നമ്മൾ 20 ഡേയ്സ് വെച്ച അച്ചാർ ഇട്ട് കൊടുത്തേക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കണം അച്ചാർ. പഴയ ഒരു നമുക്ക് ആ പുളിപ്പ് കിട്ടത്തില്ല. അത് നന്നായി ഇളക്കി കൊടുത്തേക്കാം. രണ്ട് ബോട്ടിലാണ് ഞങ്ങളിവിടെ ചെയ്ത്. അത് രണ്ടും ഞങ്ങൾ ഇട്ട് കൊടുത്തു. അച്ചാർ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ അച്ചാർ നല്ലപോലെ ഒന്ന് വാട്ടി അത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് നമുക്ക് എങ്ങനെ വേണോ അത്രയും കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൽ ഇച്ചിരി വിനാഗിരിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കാന്താരി മുളകും കുറച്ചിട്ട് കൊടുത്തേക്കാം എരിവിന് വേണ്ടി. എങ്ങനെ സ്മെല്ല് വരുന്നു? എന്താ സ്മെല്ലൊന്ന് ഇളക്കിയപ്പോൾ തന്നെ നിൽക്കാവാ. ഇപ്പം തന്നെ ഇത് കിട്ടിയാൽ ഞാൻ കഴിക്കും.
നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഗ്യാസ് സിമ്മിൽ വേണം വെക്കാൻ. ഒക്കെ കറക്റ്റാണോ ഈ പരുവാകുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കണം. ഇനി അതിലേക്ക് ഒരു അല്പം വിനാഗിരിയും കൂടി ഒഴിച്ചേക്കാം. പിന്നെ ഉപ്പ് കുറച്ച് നമ്മൾ അതിന് ഉപ്പ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. എരിയും പുളിയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഓഫ് ചെയ്യാം ഗ്യാസ്. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പണിയൊന്ന് കഴിഞ്ഞു. ഇനി അതൊന്ന് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എന്താ സ്മെല്ലൊന്നൊക്കെ ശരിയായി വന്നപ്പോൾ ഇനി പാത്രത്തിലേക്ക് മാറ്റി അതിന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഒരു ദിവസം നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇനി അച്ചാർ കുറച്ചായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. ഇത് ഒരു 1-2 ദിവസം നല്ലപോലെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം മസാലയൊക്കെ അച്ചാറിനകത്ത് നല്ലപോലെ ഒന്ന് ഇറങ്ങി ആ മസാലേൻ്റെ ടേസ്റ്റ് ഒക്കെ ആയതിനു ശേഷം ഈ അച്ചാർ അപ്പോഴും വല്ല കുഴപ്പമുണ്ട് ഒന്നുകൂടി ചൂടാക്കി കുറച്ച് വിനാഗിരിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മുളകൊക്കെ ചേർത്ത് ഒന്ന് ശരിയാക്കാം. ഇനി ഇതൊന്ന് 2 ദിവസം ഒന്ന് വെളിയിൽ വെച്ചിട്ട് ആരി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി നമ്മുടെ ആവശ്യത്തിന് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ ചെയ്തുകൊണ്ട് മായമോ ഒന്നും ഇല്ലാണ്ട് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം. നമ്മുടെ ടേസ്റ്റി അച്ചാർ ഇവിടെ റെഡി. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ അച്ചാർ വെള്ളം കുറവുണ്ട് സെക്കൻഡ് ടൈം ചൂടാക്കണമെന്ന്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. താങ്ക് യു.